ലൈക്ക് എൻ്റെ കുഞ്ഞും കൂടെ ഉണ്ടായത്. അപ്പോൾ ഞാൻ ബേബി ഹാൻഡ്ലിംഗ് ആയിരുന്നു. കുറേ ചിരികൾ വരുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് സന്തോഷം വന്നു. അത് ജോക്സ് ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം കണക്റ്റ് ആവും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ കണക്റ്റ് ആയപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെയുള്ള ഇല്ല, അതിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. ഒരു നടിയുടെ ചുറ്റും നടക്കുന്ന ഒരു എക്കോസിസ്റ്റവും മലയാള സിനിമയുടെ 2046 എക്കോസിസ്റ്റം, എയുടെ എക്കോസിസ്റ്റം ഒക്കെയാണ്. അല്ലല്ല, അത് ഒരു ഇത് കുറച്ച് അങ്ങനത്തെ ഒരു റെഫറൻസിലൊക്കെ ചെയ്തേക്കുന്നതാണ്. ഐഡിയ വന്നു വേണ്ട എന്നുവെച്ചാൽ എങ്ങനെയൊക്കെയോ വന്നു. അത് ഭാഗ്യം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എഴുതിയെടുക്കാൻ പറ്റും. അല്ല, നമ്മൾ നേരത്തെ ഗഗൻചാരി ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു. പ്രൊഡ്യൂസറിന് ഇങ്ങനത്തെ ഫിലിംസ് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞപ്പോഴത്തേക്കും അവർ കൺവിൻസ് ആയി. കുഴപ്പമില്ല. എല്ലാവർക്കും ഭയങ്കര രീതിയിൽ ഇൻട്രോളാണ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇൻട്രോ ഭയങ്കര രീതിയിൽ ഇൻട്രോളാണ്. പക്ഷെ എല്ലാവരും ഭയങ്കര താരങ്ങളല്ല. പക്ഷെ കുറച്ചുകൂടി താരങ്ങളായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി ഭയങ്കര. എന്നാൽ ഈ സിനിമ എന്നെങ്കിലുമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോഴത്തേക്കും ഇതിൽ പറയുന്ന പല സാധനങ്ങളും പൊളിറ്റിക്സും രാഷ്ട്രീയമൊക്കെ മാറും. എല്ലാവരുടെയും ഡേറ്റൊക്കെ ഒത്തു വരുമ്പോഴത്തേക്കും മാത്രമേ അത് ശരിയാവത്തുള്ളൂ. ഇത് പെട്ടെന്ന് കഴിഞ്ഞു. നൗ ദിസ് ഫിലിം ഇസ് ഔട്ട് ദെയർ ആൻഡ് ഐ എം മൂവിങ് ഓൺ ടു മൈ നെക്സ്റ്റ് ഫിലിം. ഞാൻ ബ്ലാങ്ക് ആണ്. കുറേ പേര് നല്ലത് പറയുന്നുണ്ട്, ചിരിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ദിവ്യ പ്രഭേനെ ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കാണുന്ന ഒരു രീതിയല്ല, ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള ഒരു ദിവ്യപ്രഭയാണ് നമ്മൾ കണ്ടായിരുന്നത്. അപ്പോൾ അതിനെങ്ങനെ ദിവ്യ ആക്ച്വലി അങ്ങനെയാണ് പേഴ്സണാലിറ്റി വൈസ്. ഭയങ്കര ഹ്യൂമറസ് ഒക്കെയാണ് അവർ. അപ്പം അതെനിക്ക് അറിയാം. കാരണം ഞാൻ IFFKയിലൊക്കെ വെച്ച് കാണുമ്പോഴൊക്കെ അവർ ഭയങ്കര സില്ലി ആൻഡ് ഫണ്ണിയാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അവർ റോക്ക് ചെയ്യുമെന്ന് ഭയങ്കര ഉറപ്പായിരുന്നു. അങ്ങനെയാണ്. ഈ സിനിമയിൽ ഒരു എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് എഫക്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയാണ്. നമ്മൾ നോർമലായിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു രീതിയിലുള്ള. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രൊജക്റ്റിൽ ഇങ്ങനെ ഒരു രീതി പ്രയോഗിക്കാനുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെ കിട്ടിയത്? അപ്പോൾ മാൻ കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, വർക്ക് ചെയ്യും, ഫീഡ്ബാക്ക് എടുക്കും. കുറേ പേര് കൊള്ളാമെന്ന് പറയും, കുറേ പേര് കൊള്ളില്ലെന്ന് പറയും, വീണ്ടും ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ പീസായിട്ട് ജോയിൻ ചെയ്ത് തന്നെ നോക്കുന്നത്. അപ്പം പേടിയില്ലാതെ തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് മെയിൻ ഐഡിയ. അപ്പോൾ കുറേയൊക്കെ പാളും, കുറേയൊക്കെ ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്യുന്നത് പാളുന്നതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമ്മൾ സെറ്റാണ്. ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ടോവിനോയായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ ഇതായിട്ട് നിരഞ്ജിൻ്റെ കമ്പനിയും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പം അത് കറക്റ്റ് സമയമാകുമ്പോൾ പറയാതെ. കാണാൻ പറ്റാത്ത പടം നീ പറഞ്ഞു. അല്ലല്ല, അതൊരു ലവ് സ്റ്റോറിയാണ്. പക്ഷെ എൻ്റെ ഒരു സ്റ്റൈല് കാണും എന്തായാലും. അത് ഞാൻ ഡയറക്റ്റ്. അതെ അതെ, ദർശനം ടോവിനോവും വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഒന്നും ആയിട്ടില്ല അതിനെക്കുറിച്ച് പറയാൻ. താങ്ക് യു സോ മച്ച്. ഭയങ്കര കാണാൻ പറ്റാത്ത പടം. കാണാൻ പ്രസന്റ് ചെയ്യാത്തതെന്ന് ഉദ്ദേശിച്ചു. ശരി. ബൈ മിസ്റ്റേക്ക്.